മൈ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി കടന്നുറങ്ങി ഇപ്പൊ രാവിലെ നീച്ചിക്കണു. നമ്മളിപ്പോ ഇനി പോവാണ് ഇവിടുന്ന്. ഇന്നലെ ഇവിടെ നിന്നീന്ന്. അപ്പൊ നമ്മളിനി ഇവിടുന്ന് പോവാണ്. ചായ കൊടുന്ന് നിൽക്കണ ഇവിടെ. ചായക്ക് റെഡിയാണ്, ഫുൾ സെറ്റാണ്. എന്താണ് ചായക്കടി? കടലക്കറിയാ, പുട്ടും കടലയും സെറ്റ് ചെയ്യുന്നു. ഇപ്പൊ സമയം 9:30 ആണ് കേട്ടോ. 9:30 ആയിട്ട് ഇങ്ങനെ കോടൊന്നും പോയിട്ടില്ല. കോടൊക്കെ എപ്പോഴും ഉണ്ട് ഇവിടെ. ഇടക്കിടക്ക് ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ആവും. ഇങ്ങനെ കോട വരും, ചിലപ്പോൾ കോട ഉണ്ടാവില്ല, ചിലപ്പോൾ കോട ഉണ്ടാവും. അവിടെയൊക്കെ ഫുള്ള് കാടാട്ടോ. ഇന്നലെ ഒന്നും ഇവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. ഇവിടെയൊക്കെ ഫുള്ള് കോടായിട്ടേ ഇവിടെയൊക്കെ കാടാണ്. ഇവിടെ കൂടെയൊക്കെ ആനകൾ വരുന്നു. അപ്പുറത്തൊക്കെ ആനൊക്കെ വരും. ഇവിടേക്ക് വരില്ല. ഇവിടെ കാരണം ഈ കറണ്ട് കമ്പി ഉണ്ടായതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല. അത് ഇലക്ട്രിക് ഫെൻസിങ് ആണ്. നമ്മളിനി ഇവിടുന്ന് പോവാണ്. ഇവിടുന്ന് പോയിട്ട് വട്ടവാട അവിടെ കാന്തല്ലൂരൊക്കെ പോകണമെന്നുണ്ട്. പാപ്പയാണെങ്കിൽ പോവാന്ന് പറയുന്നുണ്ട്, കരയ്ക്ക് പോവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും മോട്ടറാക്കിയിട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇന്നലെ രാത്രിയാണ് നമ്മളിതൊക്കെ കാണിക്കാൻ പറഞ്ഞു. ഇവിടെ ഒരു ഇതൊക്കെ ഓറഞ്ചിന്റെ മരങ്ങളാട്ടോ. ഓറഞ്ച് അതിന്റെ മുകളിലൊക്കെ ഓറഞ്ച് ഉണ്ട്. ഇവിടെ ഇന്നലെ കണ്ടല്ലോ. ഇതിന്റെ മുകളിൽ എവിടെ ഉണ്ട് ഓറഞ്ച്. പച്ചയായിട്ടൊന്നും കാണാനില്ല. ഫുള്ള് പച്ച. അതെ ഓറഞ്ച് അതൊക്കെ ഓറഞ്ചാണേ. അവിടെ ഓറഞ്ച് ഉണ്ട്. പിന്നെ ഇവിടെ ഊഞ്ഞാലും സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മളിന്നലെ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളിങ്ങനെ വ്ളോഗ് എടുക്കലില്ലോ. നിങ്ങൾ ഒന്ന് അഭിപ്രായം പറയും, ഇങ്ങനെയൊക്കെ വ്ളോഗ് എടുക്കണോ അതോ വലമ്പാണോ, ബോറാണോ, വേണ്ടേ അതൊക്കെ ഒന്ന് നിങ്ങൾ പറയട്ടോ. അളിയൻ്റെ മകൻ്റെ കുന്തളിക്ക് കൊരങ്ങനെന്താട്ടി കൊരങ്ങാട്ടിയാന്ന് കാട്ടിയാ ഈ അളിയന്റെ ഓരോ ഫോട്ടോഗ്രാഫികളെ മഹേഷേ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്ക അല്ലേ? ഇതേതാ ബംഗാളി ഇജടെ ഇവിടെ പണിക്കുന്ന? ഹലോ മൈ ഗൈസ് ഇവൻ ഞാൻ ഹലോ മൈ ഗൈസ് അറിയുമെന്നാണ് യൂട്യൂബിട്ട് വൈറലാക്കൊന്നില്ല പേടി അല്ലേ? ഇവിടെ എന്താണ് മഹേഷേ ഇതെന്താ ഈ മേക്കപ്പ് പോട്ട് കാട്ടിയാണ്? അളിയാ റൊമാൻസാ നല്ലതാ. റൊമാൻസ് ഇട്ടാണ് ഈ കിടക്കണേ ഗൈസ്. മൂപ്പത്തേര് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് പൈസ എടുക്കാറുണ്ട്. അപ്പൊ സംഭവം എന്താണ്, മൂപ്പത്തേർക്ക് ചെടിയാണ്. നിങ്ങളെ കുടുംബത്തിലുണ്ടാവൂലേ ചെടിയൊക്കെ? എവിടെയെങ്കിലും പോയാ 2 ചെടി ഇട്ടോന്ന് ചോദിക്കണേ. അളിയന്റെ അമ്മയാണ് ജയിക്കാൻ വയ്ക്കണേ. അതാ ചെടിമെന്നൊരു തല എത്ര അളിയന്റെ അവിടെ ഒരു പൊന്തക്കാരനെ ഉണ്ട്. ആര് ഹാപ്പി തന്നെ? ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. വണ്ടി എടുത്ത് ഞങ്ങൾ പോയി ഗൈസ്. പോവാണ് ഗൈസ്. എവിടെക്കാണ്? എവിടെക്കാ പോണേ? ഈ റോട്ട് കൂടിയൊക്കെ ആയിട്ടാ വന്നത്. ഇവിടെ പാറകല്ലായോണ്ടേ വണ്ടിയുടെ അടി വരുന്നതുകൊണ്ട് വണ്ടിത്തെ ആൾക്കാർ ഇറക്കാണ്. ഇതാ ഫുള്ള് പോരാണ് കേട്ടോ. ഇതൊരു കാടിന്റെ നടുവിലാണ് സൈഡിലാണോ എന്തായാലും ഉള്ളിലാണ്. ഇനിയിപ്പോ ഇതാ വണ്ടിയിൽ നിന്ന് ആൾക്കാർ ഇറക്കിയിട്ട് കയറ്റണല്ലേ അടി വരുന്നു. ഇന്നലെ തന്നെ ഇറങ്ങുമ്പോ തന്നെ വരുത്തി ആള് ഇറക്കിയിട്ടും. ആളിയൻ്റെ ഡ്രൈവിങ് ഓരോ കൈസ്. ഞാനാണെങ്കിൽ സൂപ്പറായിരുന്നു. അളിയാ കേൾക്കണ്ട. അളിയാ ലൈക്ക് ചെയ്യട്ടോ വീഡിയോ. അളിയൻ്റെ ഡ്രൈവിങ് സൂപ്പർ ഡ്രൈവർ അളിയൻ. 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി നിൽക്കുക. എന്താ നോക്കുമ്പോ വണ്ടി പിന്നാക്കം വരുത്തറ. ഇങ്ങനൊക്കെ എന്തൊക്കെയോ ഒരു അസുഖങ്ങളാണ്. നിൽക്കാൻ പറ്റുമോ? ഒരു കണ്ടന്റ് ആയിരുന്നു. ഒരു കണ്ടന്റ് ഇപ്പൊ കിട്ടാൻ സാധ്യത ഉണ്ട്. കണ്ടന്റ് ഇപ്പൊ കിട്ടാൻ സാധ്യത ഉണ്ട്. ഒരു കണ്ടന്റ് കൊണ്ടാണല്ലോ. നിങ്ങളല്ല ഓളെ അളിയെ മാണിച്ചിട്ട് കാട്ടിയോന്ന ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം ഇത് കൂടെയൊക്കെ സിമ്പിൾ ആയിട്ട് നമ്മളെ കയറ്റി കൊണ്ടുപോകാന്നു. മൂന്നാറെത്തിപ്പോ നമ്മള് ഇഡ്ലിന്റെ ഒരു ഔട്ട്ലെറ്റിൽ കയറിയിട്ട് ചായപ്പൊടി ഇതൊക്കെ വാങ്ങാൻ. മൂന്നാറെന്ന ചായപ്പൊടി വാങ്ങിയില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിക്കണ്. പിന്നെ നിങ്ങള് ഈ സാധനം എന്തായാലും ഇവിടെ ഒന്നും വാങ്ങിക്കോളൂ. ഞാൻ ഇതിന് മുന്നേ വാങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായ സാധനമാണ് ഡാർക്ക് ചോക്ലേറ്റ്. അടിപൊളിയാ. എരപ്പാക്കുവോ? കവറ് തിന്നാൻ പറ്റൂല.
ഓരോരോ കുടുംബക്കാർ അങ്ങനെ ചായപ്പൊടിയൊക്കെ വാങ്ങി നമ്മളിനി പോവാണ്. ഇനി നമ്മൾ പോകണം കാന്തല്ലൂർക്കാണ്. അതിന്റെ മുമ്പ് ഇന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളിക്കൊന്ന് പോകണം. ഇവിടെ എവിടെയെങ്കിലും ഒരു പള്ളി ഇട്ട് നോക്കണം, കാരണം നമ്മൾ സ്വാലത്തായ ചെറുക്കന്മാരാണ്. ഗൈസ് ഇതാണ് പള്ളി. അപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നിട്ട് വരാം കേട്ടോ ഗൈസ്. ഫുഡൊക്കെ വന്നിട്ടാണ്, ഫുഡ് വന്നിട്ടില്ല, ഓർഡർ ചെയ്തിട്ട് വരാം. ഫുഡ് വന്നിട്ട് കാണാം കേട്ടോ. ഫുഡ് കഴിച്ചതിൻ്റെ ബില്ല് ആദ്യത്തേക്ക് ബില്ലിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇതൊരു എന്താ ആസ്പത്രി ബില്ലിന്റെ പോലെ ഉണ്ട്, മറ്റേ ഫാർമസിന്ന് കിട്ടൂല അതേപോലെ. കാന്തല്ലൂർ പോണായിക്ക് ഒന്നും കാണാനില്ല, ഫുള്ള് കോട. നല്ല വൈബുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇത് കൂടി ഇങ്ങനെ പോകാൻ. ഇന്നലെ വന്ന പോലെയല്ല, അടിപൊളി റൂട്ട്. എന്താണ് ഇബന്ന് രാവിലെ മാറ്റിയിട്ട് ചോദിക്കാണ് ഫ്രീക്കനായോ. അങ്ങനെ നമ്മൾ കാന്തല്ലൂർ എത്തിക്കുന്നു. കാന്തല്ലൂർ ഫുള്ള് ഈ കോട കേട്ടോ. ഇവിടെ ഇപ്പോൾ എന്താ നമ്മള് ഫ്രൂട്ട്സ് ഫാമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഫ്രൂട്ട്സ് ഫാം തുറക്കാൻ ചാൻസ് ഇല്ല. അവിടെ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് 5:30 ഉള്ളൂ, 5 കാലമായിട്ടുള്ളൂ. ഭാഗ്യം കണ്ടേക്ക് കാണാം ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഇതാണ് നമ്മൾ വന്നിരിക്കണ ഫ്രൂട്ട്സ് ഫാം. ഇവിടെ ഇതിന് തൊട്ട ഷോപ്പ് അടിക്കും, കാരണം എന്താ വെച്ചാൽ ഇത് കറണ്ട് കമ്മിയാണ്. ഇവിടെ ചേച്ചീൻ്റെ ഇത് തുറക്കുന്നുണ്ട്, ഫാം തുറക്കുന്നുണ്ട്. ഗൈസ് ഇതൊക്കെ ആപ്പിളാണ് കേട്ടോ. ഇത് ഗ്രീൻ ആപ്പിളാണോ? അല്ല ഇത് ആപ്പിളല്ല, ഇത് വേറെന്തോ സാധനം. കക്കി ഫ്രൂട്ടാണോ? കക്കി. ഇത് കക്കി ഫ്രൂട്ട് അല്ല, ഫ്രൂട്ട്. എങ്ങനെയുണ്ട് സെറ്റല്ലേ? ഇത് കോളാവൂല, മീനാവും, മീനിന്റെ സാധനവും. ഇത് മത്തങ്ങ, അത് നമ്മളെ നാട്ടിലുണ്ട്. ഫുൾ സെറ്റപ്പാണ്. ഇതാണ് ഇവിടുത്തെ ചേച്ചി. ഇവിടേക്കാണ് ഇറങ്ങിയ ഫുള്ള്, ഇവിടെ ഇത് കൂടിയാണ് ഇറങ്ങിയ ഫുള്ള് ഫ്രൂട്ട്സ് ആണെന്നാ പറഞ്ഞു. നോക്കിയേക്കാം. ഇതെന്താപ്പോ തലക്കൂടിട്ടാടി, തലക്കൂടിട്ടാ. ഇതെന്താപ്പോ അങ്ങനെ പോവാണ്. അടിക്കൂ കേട്ടോ. ഇത് ചങ്ങായമാരപ്പോ വന്നാൽ എനിക്ക് ക്യാമറാമാനൊക്കെ ഉണ്ടാവും. ഇവിടെ ക്യാമറാമാൻ പോയിട്ട് ഒന്നുമില്ല, കുടുംബക്കാരപ്പോ വന്നിട്ട് വേണ്ട വെറുതെ പറഞ്ഞ. ഏത് ഇത് മധുരമുള്ള പാഷൻ ഫ്രൂട്ടാ? ഇതവിടെ ഉണ്ടോ? ഓറഞ്ച് സീതപ്പഴം അതേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. സീതപ്പഴം ഉണ്ടോ? മുമ്പിൽ വെക്കോ. സീതപ്പഴം ഉണ്ടോ? ചേച്ചി വമ്പ ആറ്റിറ്റ്യൂഡാട്ടോ, പെരു ആറ്റിറ്റ്യൂഡ്. ഇതെന്താ മുസംബി? മുസംബി നിക്കണ നിർത്താൻ കണ്ടോ? അത് മുസംബിയ തള്ളേ. വലിയ വൈക്കണോ? എങ്ങനെയുണ്ട് ഫാം വിസിറ്റ്? ഉഗ്രന അത്ര സൂപ്പറാ. ആയിക്കൂടെ ഒക്കെ വീണ് നടക്കണ്ടേ ഓറഞ്ച്. എന്നാലും ഒരു മുതൽ കൊടുക്കൂല ഒരു മനുഷ്യൻ. വീണ് നടക്കണം, എന്നാലും ഒരു മുതൽ കൊടുക്കൂല കള്ള. കാന്തല്ലൂർക്ക് ഇങ്ങനെ പോകുമ്പോ ഇതങ്ങനെ ഒരു ഇതെന്തായാലും പേര് സ്നോലൈൻ ഫ്രൂട്ട്സ് ഗാർഡൻ. ഇവിടുത്തെ ഒരു മനസ്സം കയറരുത്. ഞാൻ ചേച്ചിൻ്റെ ആറ്റിറ്റ്യൂഡൊന്നും തീരെ ശരിയല്ല, ഒരുമാതിരി ആറ്റിറ്റ്യൂഡ്. കാരണം നമ്മൾ വിസിറ്റേഴ്സാണ്, അതിനനുസരിച്ച് നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ കയറുന്നത്. പൈസ കൊടുക്കണതിൻ്റെ അല്ല, എന്നാൽ നമ്മളോട് നല്ല പോലൊക്കെ ഒരു സ്വഭാവമാണല്ലോ. അതൊന്നും എനിക്ക് തീരെ പറ്റിയില്ല ചേച്ചിനെ. പിന്നെ നമുക്ക് അവിടുന്ന് പൈസ കൊടുത്താലും നമുക്ക് ഇറക്കാനൊന്നും പറ്റില്ല, അവിടെ പോയിട്ട് തന്നെ വാങ്ങണം. അതുമ്പോൾ പറിച്ച് തിന്നുന്ന രസം വേറല്ലേ. ഇവിടെ ശരിയല്ല, കാരണം എന്താ വെച്ചാൽ ഇവിടെ അയക്കും നല്ല ഫാമുകളിൽ നമുക്ക് ഇതായി 90 മനം എങ്ങനെ നോക്കി ഇവിടെ അയക്കും നല്ല ഫാമുകളിൽ നമുക്ക് പറിക്കാനൊക്കെ കിട്ടും. കാരണം നമ്മൾ ഇതിന് മുമ്പ് പോയിക്കണു പറിച്ചുകൊണ്ടു ഒക്കെ ചെയ്തു. ഇവിടെ ശരിയല്ല, താത്താൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. നമ്മളെന്തായാലും ഇവിടുന്ന് പോവാണ്. ഇനി ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങാന്ന് വിചാരിച്ചു, പക്ഷെ നമ്മൾ ഇനി ഏത് അങ്ങനെ നമ്മൾ അവിടുന്ന് വാങ്ങാതെ ഇവിടെ വന്നിട്ട് വാങ്ങാന്നുള്ള പരിപാടിയാണ്. തോട്ടം കണ്ട് ലോക്കൽ തോട്ടം. ഇത് ആപ്പിളൊക്കെ ഉണ്ട് കേട്ടോ, ഫുൾ സെറ്റപ്പാണ്. ഇതൊന്നുമില്ല, സ്ട്രോബെറി ഒന്നുമില്ല. ഞങ്ങളവിടെ കണ്ടല്ലോ സ്ട്രോബെറി. അല്ല ഞങ്ങളവിടെ ഉണ്ട് സ്ട്രോബെറി, പീഡിയയില് ഷോപ്പില് കടയില് പടമുണ്ട്. കേരളത്തില് നട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇവിടെ ഇതാണ് സ്ട്രോബെറി ഫാം. പക്ഷേ ഏത് മാസം? ജനുവരി.
ജനുവരിക്ക് ഇവിടെ സനുവരി എന്ന് പറയാം. സ്ട്രോബെറി തൈ വാങ്ങിക്കണോ? ഇനി സ്ട്രോബെറി നാട്ടില് പെരയിൽ തന്നെ ഒക്കെ ഉണ്ടാവോ അറിയില്ല. ഒരു മിനിറ്റ് പുറത്ത് ഇറങ്ങിയപ്പോ നീ തുറത്തിയോ? പേടിയാണ്. കോടമഞ്ഞ് നല്ല തണുപ്പുണ്ടോ ക്യാരറ്റിന്? ഈ സ്കോഡ കാരണം ഒന്നും കാണാനില്ല.